അല്ലെ രേണു നോക്കൂ, ഞങ്ങൾക്ക് തീരുമാനമെങ്കിലുമായി. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ഇന്നും തീരുമാനമായിട്ടില്ല. സംസ്ഥാന സമിതി യോഗം 2 തവണ ചേർന്നു, പോളിറ്റ് ബ്യൂറോ 1 തവണ ചേർന്നു. പ്രതിപക്ഷം അല്ലല്ലോ ഭരണം നടത്തേണ്ടത് ശ്രീ വസന്ത്. അതൊക്കെ എന്ത് ന്യായമാണ്? പ്രതിപക്ഷമല്ല ഭരണം നടത്തേണ്ടത്. ഇവിടെ ഭരണ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുമ്പോ പ്രതിപക്ഷ നേതാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതിയോ? ശരി, അങ്ങ് സംസാരിച്ചോളൂ. എനിക്ക് 1 മിനിറ്റ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ നൽകുന്നില്ലെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ, ഞാൻ കേട്ടിരിക്കാം. ഇല്ല, താങ്കൾ പറഞ്ഞോ. ഞാൻ താങ്കൾ പറഞ്ഞതിനോടുള്ള എന്റെ കമന്റ് ആണ്. അല്ലല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അരിയാഹാരം കഴിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഒരു പക്ഷേ ഗവർണർ കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി 3ാമത്തെ പോസ്റ്റാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഈ സംസ്ഥാനത്ത് 4-ാം തീയതി റിസൾട്ട് വരും, 5-ാം തീയതി സംസ്ഥാന സമിതി യോഗം ചേരും, 6-ാം തീയതി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയം എടുത്തെങ്കിൽ കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇച്ചിരി സമയമൊക്കെ എടുക്കും, ചർച്ചകൾ ഉണ്ടാവും. അതിലെന്താ തെറ്റ്? വിവിധ കക്ഷി നേതാക്കളുമായി സംസാരിക്കും, വിവിധ സോഷ്യൽ ഫ്രാക്ഷനുകളുമായി സംസാരിക്കും, അവിടെ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യും. യാതൊരു വിധ തെറ്റും ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും ചെയ്യുന്നത്, ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ AICC 2 നിരീക്ഷകരെ അവിടേക്ക് ചുമതലപ്പെടുത്തും. ആ നിരീക്ഷകർ പാർലമെന്ററി പാർട്ടി നേതാക്കളെ നേരിട്ട് കാണും, അതായത് ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെ നേരിട്ട് കാണും. ആ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അവിടെ ഐക്യകണ്ഠമായ ഒരു പേര് വന്നെങ്കിൽ ആ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ആ പേര് പിന്നീട് രണ്ടാമത് വിളിച്ചു ചേർക്കപ്പെടുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഒരാൾ ആ പേര് നിർദ്ദേശിക്കുകയും മറ്റേ ആൾ പിന്തുണയ്ക്കുകയും ചെയ്യും. ഉടനെ തന്നെ ഗവർണറെ കാണും. താങ്കൾ ഈ 10 ദിവസവുമായി ഈ പല ചാനലുകളിലായി ഇത് തന്നെയാണല്ലോ, ഈ പ്രോസസ് എന്താണ് എന്നത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നേതാക്കൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫലം വന്നാൽ 5 മിനിറ്റിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് 50 മിനിറ്റും കഴിഞ്ഞ് 5 ദിവസവും കഴിഞ്ഞത് ആ 10 ദിവസം 10ാം ദിവസവും ഇല്ല. അതാണ് സാഹചര്യം. അല്ല രേണു, ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇതാ പിടിച്ചോ, 5-ാം തീയതി 4-ാം തീയതി റിസൾട്ട് വന്നാൽ 6-ാം തീയതി മുഖ്യമന്ത്രി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞവരുടെ പ്രതിപക്ഷ നേതാവ് എവിടെ?